ഹായ് ഹലോ ഗേയ്സ്, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു ഒരു അത്ഭുതകരമായ ക്വസ്റ്റ്യനുമായി. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ 2023 വേ ഫാർ ക്വസ്റ്റ്യനാണ്. പണ്ടത്തെ ഒരു ക്വസ്റ്റ്യനാണ്. 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതും അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്കാണ്. ശരിയായ വാക്യം എടുത്തെഴുതുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ 4 ഓപ്ഷൻസും വായിക്കാം. അവൻ്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. അവൻ്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത ഓപ്ഷൻ, ഓരോ വീട് തോറും കയറണം. ഓരോ വീട് തോറും കയറണം. മൂന്നാമത്തെ ഓപ്ഷൻ, ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. സോറി, അത് മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു. നാലാമത്തെ ഓപ്ഷൻ, ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലയോ നല്ലത്. മരിക്കുകയല്ലേ നല്ലത്. ഓക്കെ, അപ്പം 4 ഓപ്ഷൻസ് കണ്ടു. ഇതിൽ വാക്യശുദ്ധി, അതായത് ശരിയായ വാക്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. എന്നിട്ട് ഇതിലെ ഓരോ ഓപ്ഷനായിട്ട് കയറിപ്പോണം. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. അവൻ്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഇതിലെന്താ തെറ്റ്? അവൻ്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഇതിലെ തെറ്റെന്ന് പറഞ്ഞാൽ ഈ ആശങ്കാകുലൻ എന്ന് പറയുന്നത് ആശങ്ക നിറഞ്ഞവനാണ്. ഓക്കെ, ആശങ്കാകുലൻ ആശങ്ക നിറഞ്ഞവനാണ്. അപ്പോൾ പിന്നെ വീണ്ടും അവിടെ ഓർത്ത് എന്ന ആ വാക്ക് വേണ്ട. ഈ വാക്യശുദ്ധിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു വാക്യത്തിൽ തന്നെ സെയിം മീനിങ് വരുന്ന 2 വാക്കുകൾ പിടിച്ചിട്ടേക്കും. അത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം അത് തെറ്റാണ്. ഇപ്പം ഓർത്തും അതിനങ്ങനെ ആശങ്കാകുലനും രണ്ടും വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ഭാവിയെപ്പറ്റി ഞാൻ ആശങ്കാകുലനാണ്. ഓർത്തൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ വരുന്നതിനെയാണ് പുനരുക്തി ദോഷം എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്നതിനെ എന്തെന്ന് പറയും? പുനരുക്തി ദോഷം. അതായത് 2 പ്രാവശ്യം ഒരു മീനിങ് വരുന്ന വേർഡ്സ് ആ ഓപ്ഷനിൽ കാണും. അടുത്ത ഓപ്ഷൻ നോക്കാം. ഓരോ വീട് തോറും കയറണം. ഓരോ വീട് തോറും കയറണം. ഓരോ തോറും രണ്ടും ഒരേ മീനിങ്ങാണ് വരുന്നത്. ഓരോ വീടും കയറണം. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓരോ വീട് തോറും കയറണം. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയും, ഓരോ വീട് തോറും കയറണം. അത് തെറ്റാണ്. ഓരോ വീടും കയറണം. ഇതാണ് വാക്യശുദ്ധി എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ, ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. അതിലൊരു കുഴപ്പവുമില്ല. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ഓക്കെ, അടുത്ത ഓപ്ഷൻ, ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. ഇതിലെന്താണ്? ആ ഭേദം കണ്ടോ? ആ ഭേദവും നല്ലതും രണ്ടും ഒരേ മീനിങ് അല്ലേ വരുന്നത്. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുകയല്ലേ നല്ലത്. ഭേദം വേണ്ട. അല്ലെങ്കിൽ എന്താണ്? ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുകയല്ലേ നല്ലത്. ഓക്കെ, ആ ഭേദം മീൻസ് പോസിറ്റീവ്, നല്ലത് മീൻസ് പോസിറ്റീവ്. അത് രണ്ടും ഒരേ മീനിങ് ആണ് വരുന്നത്. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുകയല്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു സൂത്രം എന്ന് പറയുന്നത്. വാക്യശുദ്ധിത്തിൽ ഉള്ള സൂത്രം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. അതായത് ഓപ്ഷനിൽ തന്നെ ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകൾ അവരിട്ടേക്കും. അത് കണ്ടുപിടിച്ചാൽ അതായിരിക്കും തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ശരിയായിട്ടുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.